വീട്ടിലാരൊന്നുണ്ടല്ലോ? അമ്മയുണ്ട്. ഒരാളനക്കം കേൾക്കാൻ എനിക്ക് ഒരാളുകൂടെ ഉണ്ട്. ഭർത്താവാണ് ആളനക്കം കേൾക്കാൻ. ഉറക്കെ ഗോപിയേന്ന് വിളിക്കുന്നു. ആരാ? വെയിറ്റ്, ഒരു ചെറിയ സാമ്യമുണ്ട്. ഞാൻ നോക്കട്ടെ, ഒന്ന് തപ്പിയെടുക്കാവും നോക്കട്ടെ, ഒന്ന് കറക്കിയെടുക്കാവും നോക്കട്ടെ. പ്രഭാഷ് കഥയിലും അയ്യോ ഇനി കറക്കിയെടുക്കുന്നു. ഇവനിനി ഇതാക്കുമോ? ഒന്നും മിണ്ടാടിപ്പോൾ പറ്റത്തില്ല. എന്ത് മിണ്ടിയാലും അവനിങ്ങനെ വായും പൊളിച്ചു നോക്കി. ഈ ചില ചീങ്കണ്ണിയൊക്കെ വായും പൊളിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞവരെ പ്രിൻസ് നിലമ്പൂരിരിക്കും. നമ്മൾ മിണ്ടിക്കഴിഞ്ഞാൽ ഉടനെ ഈ ചീങ്കണ്ണി കണ്ടിട്ടുണ്ടോ ഇങ്ങനെ വായും പൊളിച്ചിങ്ങനെ ഇരിക്കും. ബാതും പറഞ്ഞു ഏതെങ്കിലും കീഴക്കൂടെ പോയി അവൻ കയറി അടയ്ക്കും. KL 26 KL 26 ആണോ? KL 26 AB ഓർമ്മയുണ്ട്? ഏതാ ഈ 3 തുടങ്ങുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതാണോ? അതെ. ഒന്ന് എഴുന്നേറ്റേ. നിങ്ങളും എഴുന്നേറ്റ്. നിങ്ങൾ എത്ര പേരാ വന്നേ? ഓഹോ, നിന്റെ പേരെന്നാ? ജീന. ഒരു സാമ്യം ഉണ്ടല്ലോ. എന്താ പഠിക്കുന്നേ? 9ാം ക്ലാസ്. എന്തോ പറയുന്നത്? ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചു രണ്ടുപേരും. ജയ ആന്നു. മഞ്ജു. നിങ്ങളുടെ രണ്ടുപേരുടെ വിഷയത്തിൽ ഒരു സാമ്യമുണ്ട്. രണ്ടുപേരുടെ വിഷയത്തിൽ ഒരു സാമ്യമുണ്ട്. നിങ്ങളവിടെ ഒരു ആക്സിഡന്റ് പോലെ കണ്ട് കഴിഞ്ഞു നിൽക്കുക അല്ലേ? അല്ല, ഉറക്കപ്പുറ. അതെ, നിങ്ങളുടെ അവിടെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞു നിൽക്കുക. നടന്നു. സ്ഥലവും സാമ്യമെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ വീട് ഏകദേശം ഒരുപോലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു പ്രശ്നം രണ്ടുപേരുടെയും. നിങ്ങളുടെ ഹസ്ബൻഡ് എങ്ങനെയാണ് ആക്സിഡന്റ് ആയത്? ടൂ വീലറിലാണ്. നിങ്ങളുടെയോ? സൈക്കിളിൽ. രണ്ടും ടൂ വീലർ. പുള്ളിക്ക് എവിടെയാ പരിക്ക്? കാലിലല്ലേ? നിങ്ങളുടെയോ? കൈക്കും നടുവിനും. നടുവിന് പരാജയമുണ്ട്. ഇത് നടു കാലും ഇല്ല. എന്തോ കാലിന് പ്രശ്നമില്ല, കൈക്ക്. നിങ്ങളുടെയോ? ആക്സിഡന്റ് പറ്റിയൊന്നും പറഞ്ഞില്ലായിരുന്നു എന്നോട്. കാല് ചോരയൊക്കെ ആയിട്ട് വന്നപ്പോഴാണ്. ആ മതി, ഇത്ര പറഞ്ഞാ മതി. പരാജയവാ. ഡൺ.
വള്ളക്കാലി എന്നാ വരുന്നത്. ആന്ന്. വള്ളക്കാലി എന്ന് പറയാം. ആ സ്ഥലത്തിന്റെ പേരൊന്ന് പറയാം. വള്ളക്കാലി തന്നെ. പാവുക്കര അല്ല. അല്ല, പാവുക്കര. പാവുക്കര. ഞാൻ പാവുക്കര എന്ന് കണ്ടോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ആന്ന്. പാവുക്കര, പാവുക്കര എന്നാ വരുന്നത്. ആന്ന്. അതെ. നിങ്ങളുടെ സ്ഥലത്തിന്റെ പേരെന്നാ? പറന്തൽ. പറന്തൽ. രണ്ടും പാ ചേർത്തേ വരത്തുള്ളൂ. അത് പറന്തലും ഇത് പാവുക്കരയും. ആരുടെ വീട്ടിലോട്ടാ ഇപ്പൊ പോകണ്ടേ? സ്ഥിരം ആക്സിഡന്റ് നടക്കുന്ന ആരുടെ വീടാ നിങ്ങളുടെ ഇതിൻ്റെ അകത്ത്? നിങ്ങളുടെയാണോ? അല്ല. അല്ല. നിങ്ങളുടെയാണോ? കഴിഞ്ഞു. 2 എണ്ണം. നിങ്ങളുടെ ഈ വർഷം എത്ര എണ്ണം നടന്നു? 2. അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. 2 ശരി. വെള്ളം ഉള്ളിടത്ത് വീട് നിങ്ങളുടെയാണ്? മലയിലാണ്. വെള്ളം ഉള്ളിടത്തല്ലല്ലോ? അല്ല, പൊക്കത്താണ്. പക്ഷെ ഇത് താഴ്ചയിലാണ്. ആണല്ലോ. ഇത് എങ്ങനെ ഇനി ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുപോകും? അതിനെക്കുറിച്ച് ഞാനിങ്ങനെ വിശകലനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ കൊണ്ടുപോകും അത്? ആ ഷിജുവിൻ്റെ വീടെ നെടുമ്പ്രത്ത് മല. നമ്മുടെ ആ മലയ്ക്കൊരു പേരുണ്ടല്ലോ, ആതിരാമല. ആതിരാമല. നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, സക്സസ് ആകാത്ത മേഖലയാ. ആണോ? അല്ലെങ്കിൽ അല്ലെന്നാ പറഞ്ഞേക്കണം. ആന്നു. ഇന്ന് അത് ദൈവം പൊളിക്കും. പറന്തൽ. മാമേ, ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം. വെയിറ്റ്. ഒരു ചെറിയ സാമ്യമുണ്ട്. ഞാൻ നോക്കട്ടെ, ഒന്ന് തപ്പിയെടുക്കാമെന്ന് നോക്കട്ടെ, ഒന്ന് കറക്കിയെടുക്കാമെന്ന് നോക്കട്ടെ. പ്രഭാഷ് കഥയിലും അയ്യോ ഇനി കറക്കിയെടുക്കുന്നു, ഇവനിനി ഇതാക്കുമോ? ഒന്നും മിണ്ടാടിപ്പോൾ പറ്റത്തില്ല. എന്ത് മിണ്ടിയാലും അവനിങ്ങനെ വായും പൊളിച്ചു നോക്കി. ഈ ചില ചീങ്കണ്ണിയൊക്കെ വായും പൊളിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞവരെ പ്രിൻസ് നിലമ്പൂരിരിക്കും. നമ്മൾ മിണ്ടിക്കഴിഞ്ഞാൽ ഉടനെ ഈ ചീങ്കണ്ണി കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ വായും പൊളിച്ചിങ്ങനെ ഇരിക്കും. ബാതും പറഞ്ഞു ഏതെങ്കിലും കീഴക്കൂടെ പോയി അവൻ കയറി അടയ്ക്കും. പറന്തൽ ജംഗ്ഷൻ. വീണ്ടും കുറച്ച് മുന്നോട്ട് പോയി അല്ലേ? വീണ്ടും കുറച്ച് മുന്നോട്ട് പോയി വലത്തോട്ട് കിടക്കുന്നൊരു വഴി. ആണോ? അതെ. അതെ. നിങ്ങളുടെ വീടിൻ്റെ അടുക്കമല്ലോ ആണോ? ഓക്കെ. ഇല്ലെങ്കിൽ നാളെ ഈ അമ്മാവ വന്ന് എനിക്ക് വീട് പറഞ്ഞു തന്നെന്ന് പറയാം. അതുകൊണ്ടാണ്. അയ്യോ, ഞാൻ ആ വീട്ടിൽ പോലും പോയിട്ടില്ല. അതോ പള്ളിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴിയാണോ? പള്ളിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി. ഓക്കെ. 2 കിലോമീറ്റർ പോകണം അല്ലേ? 2 കിലോമീറ്റർ നമ്മൾ നടക്കാൻ പോവാ. ചെറിയൊരു പുരയിടവും കണ്ടവും പുരയിടവും എല്ലാം അവിടെ ഉണ്ടല്ലോ. ഇന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ മാമേ പറ്റുന്നേ? വൈറ്റേ പാവുക്കര. ഇതുപോലൊരു അടയാളം. ഇത് കുരിശടിയാണോ പള്ളിയാണോ? കുരിശടി. അതുവഴി താഴോട്ട് കിടക്കുന്ന വഴി. ആ വഴി കൂടെ പോണം. 2 കിലോമീറ്റർ ഒന്നും പോകണ്ട. വേണ്ട. പക്ഷെ അതിൻ്റെ അത്രയും പോകണോ? വേണ്ടല്ലോ. വേണ്ട. ഏകദേശം ഒരു 400-500 മീറ്റർ നടക്കാനുണ്ട്. ആണോ? ആണോ? പക്ഷെ എനിക്ക് ഒരു വീടറിയാവോ? ഉറപ്പാണല്ലോ. എഴുന്നേറ്റ് അവിടെ നിന്നോണം. 1 മിനിറ്റ് വരുന്നു. ഇത് രണ്ടും കൂടെ ഒന്ന് സെറ്റാക്കി കൊണ്ട് വരണം. എന്നാലേ നിങ്ങളുടെ 2 വീടിൻ്റെയും ആ 2 മുറികളിൻ്റെ അകത്തൂടെ വേണം ദൈവം ഒന്ന് സഞ്ചരിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഡൺ. ഈ വേലി കെട്ടിയെടുത്തൂടല്ലേ പോകേണ്ടത്? ആണോ? വേലി കാണിക്കുന്നു ഇടതുവശത്ത്. ശരിയാണോ മാമേ? കറക്റ്റാണോ? ഇവരുടെ വീട്ടിൽ വരെ പോയിട്ടിപ്പോൾ വരാം. ഇവരുടെ വീട്ടിൽ വരെ രാവിലെ എന്തോ കഴിക്കാൻ വെച്ചെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. എന്നിട്ട് വരാം.
നോക്കേ. റബാഷ് കഥാലം കർത്താവേ എൻ്റെ കൂടെ വന്നാട്ടെ, കൈക്ക് പിടിക്കാം വാ യേശു. ഒരു സൈഡിൽ മതിലും ഒരു സൈഡിൽ വേലി, അതാണോ ഇറങ്ങി ചെല്ലുമ്പം? അല്ല, മതിലാണോ? അല്ല, രണ്ട് സൈഡിലും വേലിയാ. പിച്ചിങ് ഉണ്ട്. എന്താണ് പിച്ചിങ്? ഇങ്ങനെ കെട്ടിട്ട് അരമതിൽ പോലെ. അരമതിൽ പോലെ അല്ലേ? പിച്ചിങ്ങോ? പീച്ചിങ്ങ കിടപ്പുണ്ട് ഇവിടെ. ഓഹോ, അതിനെന്താ പറയുന്നത്? പീച്ചിങ്ങന്നൊക്കെ. പിച്ചിങ്ങെങ്കിൽ പിച്ചിങ്. പിച്ചിങ് അരമതില്, വലതുവശത്തൊരു അരമതില് അല്ലേ, ഇടതുവശത്തൊരു വേലി, ഇങ്ങനെ 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 വെച്ചിരിക്കുന്നൊരു വേലി. ശരിയാണോ? ഓക്കെ. യേശുവിൻ്റെ നാമത്തിൽ തബാറ. ഞാനിങ്ങോട്ട് മുന്നോട്ട് നടന്നു വരുമ്പം എന്നെ വെള്ളമാണ് കാണിക്കുന്നത്. വെള്ളമാണോ മൊത്തം? മുട്ടറ്റം നനയുള്ള വെള്ളത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആണോ? കറക്റ്റ് ആണോ? ആണോ? ഇതുവഴി വേണം ഞാൻ വരാൻ. ആത്മാവിൽ പോകുന്ന പരിപാടിയാ. തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം, കാലേ വെള്ളം കാണും. ആ പോസ്റ്റിന്റെ അപ്പുറത്ത് കാണുന്ന വീടാണോ നിങ്ങളുടെ വീട്? ആണ്. ഫ്രണ്ടിലേക്ക് ഷീറ്റ് ഇട്ട ഓടിട്ട ആ വീടാണോ നിങ്ങളുടെ വീട്? ആണ്. വലതുവശത്തിരിക്കുന്ന ആണോ? യോ, സ്തംഭിച്ചിരിക്കും. ആ ഉഷാന്റി പുള്ളിക്കാരി സ്തംഭിച്ചിരിക്കും. കറക്റ്റ് ആണോ? കറക്റ്റാ. അങ്ങോട്ട് കയറാൻ പോകുന്നത് ഏതാ? ഈ ചെറിയ വഴി അങ്ങോട്ട് കയറണോ? ചെറിയ വഴി അങ്ങോട്ട് കയറുന്നതാണോ നിങ്ങളുടെ വീട്ടിലോട്ട്? ആന്ന്. എൻ്റെ പുറകിലൊക്കെ വീടുണ്ടല്ലോ. ഉണ്ട്, വീടുണ്ട്. എൻ്റെ പുറകിലൊക്കെ വീടുണ്ടല്ലോ. ഇവിടെ കുറേയേറെ വീടുകളുണ്ടല്ലോ ഇവിടെ. ഇതിപ്പോൾ ഓട്ടോ കയറി വരത്തേ ഉള്ളൂ ഈ വഴി, അതോ വലിയ വണ്ടി കയറി വരുമോ? ഓട്ടോ കയറത്തില്ല, ചെറിയ വഴി. പക്ഷെ ഇത് കഷ്ടിച്ച് കയറി വരും. ഇത് ആ ചെറിയ വഴിയാണ്. അതല്ല, ഞാൻ ഈ വന്ന റോഡ് കാറും ഒക്കെ വരും. അല്ലെന്ന് നിങ്ങൾ പറഞ്ഞ ഞാൻ ഓട്ടോ കയറി വരുന്ന വീതിയെ ഞാൻ ഇതിനകത്ത് കാണുന്നുള്ളൂ. വെള്ളത്തിനടിയിലാണ് മനസ്സിലായത്. എൻ്റെ കോൺക്രീറ്റ് ആണോ ചെയ്തേക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. വെള്ളത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത്. വെള്ളം കയറി കിടക്കുക ആണോ? ഞാനിവിടെ നോക്കുമ്പോൾ അങ്ങോട്ടെല്ലാം വെള്ളമാണ് കിടക്കുന്നത്. പായൽ കിടക്കുന്ന കാണാം. എനിക്ക് ഇഷ്ടംപോലെ പായൽ വന്ന് തിങ്ങി നിൽക്കുന്നു. ആണോ? മീനുണ്ടില്ലയോ? കൊതിയാന്ന് കണ്ടിട്ട്. ഇതിൻ്റെ അകത്തോട്ട് എങ്ങനെ കയറുമോ മാമ ഈ വീട്ടിലോട്ട്? ഈ വെള്ളത്തിൽ കൂടെ കയറണം. നീന്തി കയറുക. സ്റ്റെപ്പ് വരെ മുങ്ങി കിടക്കുക. പറയരുത്, ഞാൻ പറയാം. ഇത് മൊത്തം മുങ്ങി കിടക്കുക. ഞാനപ്പോൾ എങ്ങനെ കയറും? അതാ ഞാൻ ആലോചിക്കുന്നത്. ആ നശിച്ച പൊളവനാ ഇവിടെ എല്ലാവരും. നിങ്ങളുടെ വീടിൻ്റെ ആ മൂലയ്ക്ക് നിൽക്കുന്ന, ആ അതിരിൻ്റെ മൂലയ്ക്ക് നിൽക്കുന്ന ചെറിയ ഇത്ര ഒരു തൈ പോലെ മരമോ എന്തുവാ? തയ്യ്. അതിലൊരു പൊളവൻ നിപ്പുണ്ടാവും. ആ സൈഡിൽ ഒരു തയ്യുണ്ട്, അതിനകത്ത് നിപ്പുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടുകാരും ഇല്ലയോ അവിടെ? എല്ലാവരും ഇവിടെ ആരും കാണുന്നില്ലെന്ന്. ഉണ്ടോ? എല്ലാവരും പെരയ്ക്കാതാ. എന്തോ സിറ്റുവേഷൻ നോക്കിയേ. പിന്നെ ഒരു ഓളവാ, നീന്തായിരുന്നു. ഒരു സുഖം. 1 2 സ്റ്റെപ്പ് കയറാൻ പോവാ. ആണോ? ആണ്. വീട്ടിലാരുണ്ടല്ലോ? അമ്മയുണ്ട്. ഒരാളനക്കം കേൾക്കാം എനിക്ക്. ഒരാളുകൂടെ ഉണ്ട്. ഭർത്താവാണ്. ആളനക്കം കേൾക്കാം. പുറത്തു വന്നാലുണ്ട്. ഉറക്ക ഗോപിയേന്ന് വിളിക്കുന്നു. ആരാ അത്?
തൊട്ടിപ്പുറത്ത് താമസിക്കുന്ന ഏ? അത് തൊട്ടിപ്പുറത്ത് താമസിക്കുന്ന ഗോപിയാ. ഗോ- അവിടുന്ന് കേൾക്കാം ഗോപിയേന്ന് വിളിക്കുന്നു. ഒരു അമ്മച്ചിയാ വിളിക്കുന്നത്, ഗോപിയേന്ന് വിളിക്കുന്നു. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആന്നു. ഗോപി ചേട്ടൻ. ഓക്കെ, ഗോപിയേ. യേശുവിൻ്റെ നാമത്തിൽ രണ്ട് മുറി കാണിക്കുന്നല്ലോ. ഉണ്ട്. രണ്ട് മുറിയാ. ആ. നിങ്ങളുടെ വീട്ടിൽ എത്ര മുറിയാ? 3 മുറിയല്ലേ? രണ്ടല്ല 3. 2 വലുതും 1 ചെറുതും ആണോ? അതെ. ആ, ഞാൻ അങ്ങോട്ട് വരുവാ. വെയിറ്റ് വെയിറ്റ്. അമ്മച്ചി എൻ്റെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുപ്പത്തുണ്ട്. അടുപ്പ് നിന്ന് കത്തുന്നുണ്ട്. ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. തന്നെത്താൻ ഏതാണ്ടൊക്കെ പറയുന്നു. അവിടെ പോയിരിക്കുക, ഇവിടെ പോയിരിക്കുക, ഏതാണ്ടൊക്കെ പറയുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. തന്നെത്താൻ ആ തലമുടി നരച്ച ആ പാർട്ടിയല്ലേ ആന്ന്. അല്ലേ? ആന്ന്. ആ, അതുകൊണ്ട് അതിൻ്റെ എല്ലാം പറയുന്നുണ്ട്. അവിടെ നിന്നുണ്ട് ഒരു കുന്തമൊക്കെ ഇങ്ങനെ ഉടുക്കി ഇങ്ങനെ വിട്ടു വെച്ചിരിക്കുക. കറക്റ്റാണോ? ആന്ന്. ആണോ? ആ, ഇങ്ങനെ കുത്തി ഇവിടെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ടൈപ്പ് ഒരു കയ്യിൽ അതിങ്ങനെ കുത്തി വെച്ചിരിക്കുക. കുത്തി വെച്ചിട്ട് ഏണ്ടൊക്കെ പറഞ്ഞ് നടക്കുക. ചെറുക്ക എന്നൊക്കെ പറയുന്നു അവിടെ നിന്നുണ്ട്. ഓക്കെ, ഡൺ. യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം അടിക്ക് പുറക്കൊക്കെ വെച്ചേക്കുവാന്ന്. എന്തോ ഇത്? ഇതിൻ്റെ അകത്തോട്ട് വെള്ളം കയറി എന്തോ ചെയ്യും? അത് ഇത്ര കയറത്തുള്ളോ? ഏറും പെരയ്ക്കകത്ത് ഇനിയും പൊങ്ങിയാൽ ഇനി പൊങ്ങുകയില്ല. അത് കഴിഞ്ഞു, നോക്കണ്ട. ഗ്യാരണ്ടിയാ, ഇനി പൊങ്ങുകയില്ല വെള്ളം. ഈ വർഷത്തെ കോള് ഇതുകൊണ്ട് അവസാനിച്ചു. ഓക്കെ, വരാലുണ്ട് ഇവിടെ, എനിക്ക് കൊണ്ട് തരണം. മുറ്റത്തൂടെ ടപ്പട്ടപ്പട്ടപ്പട്ടപ്പാന്ന് അട്ടിക്കുന്നത്. ആരും ചൂണ്ടയിടാനൊന്നും ആരും ഇല്ല ഇവിടെ ഒന്നും. യേശുവിൻ്റെ നാമത്തിൽ. ആ ചായ്പാന്നോ അടുക്കള? ആ ചായ്പ് പോലെ ഇരിക്കുന്നു. ആണോ അടുക്കള? ഓക്കെ, ഡൺ. കരണ്ട് ഇല്ലയോ ഇവിടെ? കരണ്ടില്ല. ഉണ്ട്. ഇപ്പോഴില്ല. ആ ഉരുണ്ടിരിക്കുന്ന ബൾബ് കത്തുന്നില്ല. തിണ്ണക്കത്തെ ഉരുണ്ടിരിക്കുന്ന ബൾബ് അത് കത്തുന്നില്ല. കരണ്ടില്ല. കരണ്ട് പോയതാ. ചെന്ന് നോക്കിക്കോ. തന്നെ ഈ അകവശം ഒന്നും തേച്ചിട്ടില്ലേ? അതെന്തോ ഇത് തേച്ചിട്ടില്ല? ആ, എനിക്കറിയാം, തേച്ചിട്ടില്ല. എന്താ സാമ്പത്തിക പ്രതിസന്ധിയാണോ? താമസിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടുന്ന് മാറാനുള്ള അതിന് നിൽക്കുവാന്നോ? തന്നെയല്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വസ്തുവില്ല. ഇതാരുടെ നേരം ഇത്? അത് പിന്നെ ഈ കുടിയടപ്പ് അങ്ങനെ എങ്ങാണ്ട് കിട്ടിയതാ. ഉള്ളതായിട്ട് അറിയാണ്ടല്ലോ. കുടിയടപ്പ് കുടിയടപ്പ്. പേരിലൊന്നും കിട്ടിയതല്ല. വീണ്ടും ഒരു ശബ്ദം. രാജമ്മയോ രാജമ്മയോ അങ്ങനെ കണ്ടാണ്ട് വിളിക്കുന്നു. ആരാ അത്? അപ്പുറത്തുള്ളതാ. ആണോ? രാജമ്മയെന്ന് വിളിക്കുന്നു. ശരിയാണോ ഉഷേന്റി? വത്സലേന്റി എന്തി? ശരിയാണോ? പോയോ? വത്സലേന്റി എന്തി? പോയോ? ശരിയാണോ? റൈലൊക്കെ അറിയാവോ? എനിക്കറിയത്തില്ല. അല്ലാതെ ആൻറ്റിക്ക് അറിയാവോ? ഇല്ല, ഉഷാന്റിക്ക് അറിയത്തുള്ളൂ. രാജമ്മയെന്ന് വിളിക്കുന്നു, ഗോപി എന്ന് വിളിക്കുന്നു. ഞാനോർത്ത് ഈ അമ്മച്ചിയുടെ പേരാന്ന്. ഈ അമ്മച്ചിയുടെ പേരെന്നാ? പൊടിയമ്മ. ഒരു പേര് കൂടെ ഉണ്ട്, ഭവാനി. ആ, പൊടിയമ്മയൊക്കെ അവിടെ നിൽക്കട്ടെ. വഴക്കൊന്നും ഉണ്ടാക്കല്ലേ കേട്ടോ. ഇതാരുടെ അമ്മയത്? ഓ, എൻ്റെ അമ്മ. ഓ, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പറയുമെന്നേ ഉള്ളൂ. എന്നോട് വെള്ളം വെക്കുവോ? കർത്താവേ, ഈ വീടിൻ്റെ സ്ഥിതി തന്നെ മാറട്ടെ. ഈ വീടിൻ്റെ സ്ഥിതി തന്നെ മാറട്ടെ. യേശുവിൻ്റെ അധികാരം. ഓ, അങ്ങോട്ടല്ല. കിണറില്ലേ ഇവിടെ? ഏതാ ബാക്കി കാണുന്നതാണോ? മുങ്ങിക്കിടക്കുമല്ലോ ആണോ അത്? അല്ല. ആ ബാക്കി കാണുന്ന റിങ്ങിട്ട് ആ സാധനമാണോ?
ആന്ന് അത് പിന്നെ കക്കൂസിന്റെ റിങ്. ആണോ ആ കാണുന്ന റിങ്? ബാക്കി കാണുന്ന. ഓക്കെ. ഓ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന അതാണോ കിണർ? ആ ചെറുത്. ആ ചെറു. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തിന്റെ സ്ഥിതി തന്നെ മാറട്ടെ. കർത്താവിന്റെ കരം ചലിക്കട്ടെ. സ്ഥിതി മാറും, സ്ഥിതി മാറും. ഈ കാണുന്ന സ്ഥിതിയൊന്നും അല്ല. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചോ, നിങ്ങളുടെ സ്ഥിതി തന്നെ മാറും. ഭർത്താവിന്റെ പേരെങ്ങനെ? വിനയൻ. വിനയൻ. വിളിപ്പേര്? കൊച്ചുമോൻ. കൊച്ചുമോൻ. കൊച്ചുമോൻ യേശുവിൻ്റെ നാമത്തിൽ കൊച്ചുമോൻ സ്ഥിതി മാറട്ടെ. ഈ മരണം കയറി ഇറങ്ങേണ്ട വീടായത് കേട്ടോ. ആൾ മരിച്ചു പോകേണ്ട രീതിയിലാകേണ്ട വീടായത്. കൂട്ട നിലവിളി ഉണ്ടാകേണ്ട വീടാണ്. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ കർത്താവിനെ വിട്ട് മാറരുത് കേട്ടോ. ധൈര്യത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുക. നീ പഠിക്കും, സക്സസ് ആകും. വെള്ളക്കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന കർത്താവിനെ കാണിക്കുന്നു. ഹോസ്പിറ്റലിൽ നിൽക്കും, ദൈവത്തിൻ്റെ കരം ചലിക്കും കേട്ടോ. നിൽക്കത്തില്ല, അവിടെ ഇരുന്നോ. അവിടെ നിങ്ങളുടെ അടുക്കല. ഓ നീ അവളോട്ട് പറഞ്ഞല്ലോ. നമ്മളെവിടെ ആയിരുന്നു? നമ്മൾ ആ പള്ളിയുടെ മുന്നിൽ കൂടെ കാണുന്ന വഴി അല്ലേ? ചെറിയൊരു ഇറക്കത്തോടു കൂടി അങ്ങോട്ട് പോവാ. ആണോ? അതെ, ചെറിയൊരു ഇറക്കത്തോടു കൂടി ഇങ്ങനെ 2 കിലോമീറ്റർ പോകണം. പറമ്പൊക്കെ കാണാം, റബ്ബറും തോട്ടം കാണാം. ശരിയാണോ? കാണാം, റബ്ബറും തോട്ടം കാണാം, പറമ്പ് കാണാം. മുന്നോട്ട് പോയി ഈ ഒരു കയറ്റം കാണുന്നല്ലോ. അയ്യോ, ഇത് ഞാൻ കയറി ഇറങ്ങണം ഇല്ലയോ? ഭർത്താവേ എന്നാച്ചാ നീക്കില്ലേ അങ്ങോട്ട് ചെല്ലേ. സാരമില്ല, പുള്ളി ചെയ്തോളൂ. ഈ മോറിയാമല ഞാൻ കയറണം. ഇത് കയറിയത് നടന്നിറങ്ങുമോ? അത് നടന്നു പോണം. വെച്ച് പിടിച്ചേക്കാം. ഞാനും ഒരു ദൈവദൂതനും കൂടി ഇങ്ങനെ നടക്കുക. പായല് കാലുണ്ടായിരുന്നു, തട്ടിക്കളഞ്ഞതാ. ഇതിപ്പോ പാതി വഴിയായി, മീതിയും കൂടെ കയറണം. ഇപ്പൊ ഞാൻ ഇതിന്റെ ഉച്ചയിലാണ് നിൽക്കുന്നത്. ഏറ്റവും മേളിൽ വന്നു. ഏറ്റവും മേളിൽ എനിക്ക് ഇടതുവശത്തൊരു വീട് കാണാം. ആ വീടാണോ അതോ ഈ കയറ്റം കയറി താഴോട്ടിറങ്ങണോ? മുമ്പോട്ട് പോകണം, കുറച്ചുകൂടെ മുന്നോട്ട് ഇറങ്ങണം. താഴ്വശത്തൊരു വീട് കാണാം. കുഴിയിൽ ഒരു ഓടിട്ട വീട് എനിക്ക് കാണാം. ശരിയാണോ? അതല്ലല്ലോ. അല്ല, അതാരുടെ വീടാ അത്? അവിടെ താമസമില്ല ഇപ്പൊ, ആരുമില്ല അവിടെ. അവിടെ ഒരു വിജയൻ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. ഇപ്പുറത്തെ വീട്ടിലുണ്ട്. അപ്പുറത്തെ വീട്ടിലാണ് വിജയൻ. ഓഹോ, വീണ്ടും നടക്കുക. വരുന്നോ? ഒരു വീട്ടിൽ പോ. വരുന്നോ? വാ, കൂടെ പോയേക്കാ. നടന്ന് കയറ്റം കയറി ഏകദേശം ഒരു 100 മിനിറ്റ് തന്നെ. മാമ അങ്കനവാടിയോ എന്തോ അത്? ആണോ? അത് കാണാം എനിക്ക്. ഓക്കെ, അംഗൻവാടി കാണാം. ഓക്കെ, അംഗൻവാടി കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോയി. ആ 3-4 വീട് ഇരിക്കുന്നിടത്തെ വീടാണോ നിങ്ങളുടെ വീട്? അത് കഴിഞ്ഞ് അത് അങ്ങേപ്പുറത്താ കാണുന്ന വളവ്, വലത്തോട്ട് കിടക്കുന്ന വളവ്, അതല്ലേ? അത് തന്നെ. ഓയേക്കാം യേശുവിൻ്റെ നാമത്തിൽ. അനന്ത സിസ്റ്റർ വരുന്നോ? വരുന്നെങ്കിൽ വാ, കൂടെ പോരാ. അയ്യോ കർത്താവേ, ഈ 1, 2, 3, 4 വീട് കഴിഞ്ഞ് വീണ്ടും ആ വളവെത്തി. വളവിന് ആ മൂലക്കിരിക്കുന്ന വീടാണോ നിങ്ങളുടെ വീട്? അതെ. പക്ഷെ എനിക്കവിടെ ഒരു വീടല്ല, 2 വീടോളം കാണാം.
ഒരു ഷീറ്റ് ഇട്ട വീട് കാണാം എനിക്ക്. അതാണോ? അല്ല, അതോ ഇപ്പോഴത്തെ വാർത്ത വീടാണോ? വാർത്ത വീടാ. വൈറ്റ് വാഷ് പോലെ ഏതാണ്ട് അടിച്ചിട്ടേക്കുന്ന ആ വീടാണോ? അത് തന്നെ. അത് തന്നെയാണോ മോളെ? അത് തന്നെയാണോ നിങ്ങളുടെ വീട്? ആണ്. ആണ്. ഓക്കെ, വൈറ്റ് വാഷ് അടിച്ച വീട് നല്ലൊരു വീടാണല്ലോ. പക്ഷെ അതിന് മേളിൽ കടമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കടം ഇല്ലേ? കടമില്ലേ? ഉണ്ടോ ഇല്ലേ സ്വർണ്ണോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും, കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലെന്ന് പറയാം. ഉണ്ടെങ്കിൽ ആ കടഭാരത്തെ ഇന്ന് കർത്താവ് എടുത്ത് കളയാൻ പോകും. ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങളെ നേരെ നിൽക്കുന്ന ജപ്തി പോലുള്ളതിനെ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാ. ഡോണ്ട് ക്രൈ, ജീസസ് ഈസ് അലൈവ്. യേശു ജീവിക്കുന്നു. എന്തിനാ കരയുന്നേ? നല്ലൊരു വീട്, നല്ലൊരു സിറ്റ് ഔട്ട്, നല്ലൊരു ഹോള്, നല്ലൊരു മിറ്റം. ഇതാരാ ചെടിയൊക്കെ നട്ടേക്കുന്നത്? നീ നട്ടാന്നോ ചെടിയൊക്കെ? അതെ. ആണോ? നല്ല എവിടുന്ന് വാങ്ങിച്ചത്? നല്ല ചെടികളാണല്ലോ. കണ്ടാ വെളുത്തിരിക്കുന്ന ചെടി ഏതാ? വെള്ള കളറുള്ള അത് അമ്മ നട്ടതാ. അതമ്മ നട്ടാന്നോ? അതിന് തൈ എനിക്ക് തരണം കേട്ടോ. അതെ. നല്ല ചെടിയാ അത്. നല്ല അടിപൊളി അന്തരീക്ഷം, കൊള്ളാം. നല്ല കാറ്റുണ്ട് ഇവിടെ. ഉണ്ട്, നല്ല കാറ്റുണ്ട്. പക്ഷെ ഇതിന് അത് കയറാൻ പറ്റത്തില്ല. കടം 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 കടമെന്ന് തന്നെ ഇങ്ങനെ എഴുതി 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 വരിക. എത്ര ഉണ്ട് മാമേ കടം? ഈയിടെ വണ്ടി ആക്സിഡന്റിൽ 2 ലക്ഷം രൂപ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് കിട്ടിയില്ല. വണ്ടി ഇടിച്ചവർക്ക് 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. 3 മാസത്തിനകം കൊടുക്കണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഇടിച്ച് അവർക്ക് ആക്സിഡന്റ് ആയി എന്തൊക്കെയോ സംഭവിച്ചെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും അറിയത്തില്ല ഞങ്ങൾക്ക് അതിനെ പറ്റി. വെയിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ഒരു വ്യക്തിയെ ചെന്ന് ഇടിക്കുമായിരുന്നു ഇത്. അതെ അല്ലേ? ഒരു വ്യക്തിയെ ചെന്ന് ഇടിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇത് റോങ് സൈഡിലല്ലല്ലോ ഇടിച്ചത്. വലതുവശത്ത് നിന്നൊരു വ്യക്തിയെ ഇടിച്ചിരിക്കുന്നത്. അറിയാവോ? ഹസ്ബൻഡ് ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ തിരിച്ചപ്പോ ഇടിച്ചെന്നാ പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ ആ കെടുതിയെ ക്യാൻസൽ ചെയ്യുന്നു. അത് ഒരു സെറ്റിൽമെന്റ് നടക്കും കേട്ടോ. ഏതാ ഈ ആക്റ്റീവ പോലിരിക്കുന്ന വണ്ടിയാണോ? അതെ അതെ. അതാണോ ഇത്? ഈ വണ്ടിയിലാണോ ഇടിച്ചത്? അത് തന്നെ. ഈ ആക്റ്റീവ പോലിരിക്കുന്നത് ഒരു പുതിയ വണ്ടിയാണോ ഇത്? കാരണം അല്ലല്ല ഒരു മിനിറ്റ്. KL26 എന്ന് എഴുതിയ വണ്ടിയാണോ? വേറൊരു വണ്ടി അവിടെ ഇരിപ്പുണ്ട്, അടുത്ത വീട്ടിലേത്. ആണോ? അതവിടെ കൊണ്ട് വെച്ചേക്കുന്നതാ. ഓ, അതൊരു പഴയ വണ്ടിയാണ്. പഴയ വണ്ടിയാ. ഞാൻ ഒരു വണ്ടി കാണുന്നുണ്ട് ഇപ്പോൾ. 2 വണ്ടി ഇരിപ്പുണ്ട്. അതിലൊരു പഴയ വണ്ടിയുണ്ട്. അത് KL03 എന്നാണ് അതിൻ്റെ അക്കം തുടങ്ങുന്നത്. ഓർമ്മയിലുണ്ടോ? നോക്കിയാൽ നിങ്ങളുടെ വണ്ടി ബ്ലാക്ക് വണ്ടി അതാരുടെ? അതപ്പുറത്തെ പഴയ വണ്ടിയാണോ? അല്ല, ബ്ലാക്ക് വണ്ടിയായി അത് കൂട്ടുകാരൻ്റെ വണ്ടിയായി ഇടിച്ചേക്കുന്നത്, ഞങ്ങളുടെ വണ്ടിയല്ല. ബ്ലാക്ക് വണ്ടി ഇടിക്കുന്ന ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഈ ഒരുതരം വീഗോ പോലെ എന്തോ അങ്ങനെ പറഞ്ഞൊരു പേര് എന്താണ്? ഡിയോയുടെ വണ്ടി. അത് തന്നെ. അതൊരു വലിയ ചുമപ്പും എല്ലാം കൂടെ വരുന്ന, ചുമപ്പും വൈറ്റും കൂടെ വരുന്ന ആ വണ്ടിയാണോ? നിങ്ങളുടെ വണ്ടിയല്ലേ അത്? അത് ഞങ്ങളുടെ വണ്ടിയാ. KL26 KL26 ആണോ? അതെ. KL26 AB ഓർമ്മയുണ്ട്? ഏതാ ഈ 3 തുടങ്ങുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതാണോ? അതെ അതെ അതെ. 3-8 കാണിക്കുന്നു. ഓക്കെ, ഡൺ. അത് സെറ്റിൽമെന്റ് ആവും. ആ വിഷയം എന്തോ ആവും? സെറ്റിൽമെന്റ് ആവും. പൈസ അത്രയും കൊടുക്കേണ്ട വരികയല്ല. ഈ അടുത്തിടെ പണിത വീടാണല്ലോ ഇത്, അല്ലേ? അല്ല, ഭംഗിയായിട്ട് പണിതിരിക്കുന്നതിൻ്റെ വീട്. ഇതാരാ അതിൻ്റെ ഡിസൈൻ? കൊള്ളാമല്ലോ. ചെറിയൊരു സിറ്റ് ഔട്ട് കാണുന്നു, അതെ അല്ലേ?
ആ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറുവാ ഞാൻ സിറ്റ് ഔട്ടിലോട്ട്. ഈ വാതിലെന്താ ഇങ്ങനെ? പുതിയ വാതിലല്ലേ ഇത്? പ്രത്യേക ഡിസൈൻ, അതുകൊണ്ട് ചോദിച്ചതാ. കുട്ടികളെ വരച്ചു വെച്ചേക്കുന്നു. ആണോ? ആര് വരച്ചതാ ഇത്? എന്തുവാടി കുഞ്ഞ, ചെമ്പരത്തിയോ? അനിയൻ വരച്ച് വെച്ചതൊക്കെ. ആണോ? പൂവാണോ കായാണോ ചെമ്പരത്തിയാണോ ഒന്നും പിടിയില്ലല്ലോ ഇതിപ്പോ. പ്രത്യേക ഡിസൈൻ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഓർത്ത് ഇങ്ങനെയും കഥ കൊണ്ടോ. ഇടതുവശത്തൊരു മുറി. അതെ. വലതുവശത്ത് അങ്ങേ അറ്റത്ത് അതാണോ അടുക്കള അതോ മുറിയാണോ? അത് അടുക്കള. വലതുവശത്ത് അങ്ങേ അറ്റത്ത്. ഇത് രക്ഷപ്പെടും. നിങ്ങളുടെ ഭർത്താവിന് എന്താ ജോലി? പെയിന്റിങ്. ഞാൻ അതിനായി ഭിത്തിയെ തൊട്ട് നോക്കിയത്. കളർ അടിക്കുന്ന പോലെ കാണുന്നത്. പെയിന്റിങ്ങിന്റെ പണിയാണ് അനിൽകുമാറിന്. പെയിന്റിംഗ് ആണ്. ഞാൻ ഭിത്തിയെ തൊട്ട് നോക്കി. ഭിത്തിയുമായിട്ട് വല്ല പണിയുണ്ടോ എന്നാ നോക്കി. പെയിന്റിംഗ് ആണ്. വരകാരനാണ്. വരയ്ക്കുവോ? വരയ്ക്കത്തില്ല. എന്നാലും വരച്ചത് ഞാന്. ഈ വരച്ചതാര്? നിങ്ങളാണോ വരച്ചത്? ഓയ്യോ, ഇതെങ്ങനെ വരച്ചത്? എങ്ങനെ അറിയത്? വലിയൊരു എന്തോ എനിക്കത് ഇതെന്തോ വരച്ചു. ഇതെന്തോ ഈ വരച്ചു? പൂവാന്നോ? എന്തോ ഇത്? പൂവല്ലേ? ഈ എതളുകളെല്ലാം വരുന്നൊരു സംഭവം. അതാര് വരച്ചത്? അയ്യോ, കാണേണ്ടതാ കേട്ടോ. മനോഹരം. ആ ബാക്കി നിൽക്കുന്ന മരമൊക്കെ നമ്മുടെയാണോ? നമ്മുടെ മരവാ ബാക്കി നിൽക്കുന്നത്. അതിൻ്റെ ഒരു തണലൊക്കെ കാണും. ഒരു പ്ലാവൊക്കെ കാണാൻ എനിക്ക് ഇവിടെ. എന്നാൽ നമ്മുടെയാണോ? നമ്മുടെ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തെ നിഖില കൈവച്ചോ, പുള്ളിക്കാരുടെ തലയിലോട്ട് കൈവച്ചോ. ആ വിഷയത്തെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു. സെറ്റിൽമെന്റ് നടക്കട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ. നിങ്ങൾ നോക്കിക്കേ, ശകലം പോലും പതറണ്ട. അതിൻ്റെ അകത്തൊരു സെറ്റിൽമെന്റ് നടക്കും കേട്ടോ. ഇതെന്തോന്നാ? ഫ്രിഡ്ജോ? ഒരു ചാര കളർ എന്തോ അത്? ചാര കളറോ? ഒരു ചാര കളറുള്ള ഒരു ഫ്രിഡ്ജ് കേടായിരിക്കുമോ? അതിനൊന്നും ഇല്ലയോ? LG ഫ്രിഡ്ജ് വരും. നിങ്ങൾ ഇവിടെ വരച്ചതുപോലെ തന്നെ ഡോറ് നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരച്ച ഒരു ഫ്രിഡ്ജ് വരും. ഓക്കെ, ഈ ഇരിക്കുന്ന ഇച്ചിരി ഇല്ലാത്ത പോലൊന്നും അല്ല, നല്ല ഡബിൾ ഡോർ ഫ്രിഡ്ജ് വരും കേട്ടോ. കർത്താവിൽ വിശ്വസിക്കുക. ഇവിടെ വരണം പ്രാർത്ഥനയ്ക്ക്. എന്തോ ചെയ്യും? ഇനി എന്ത് കാണാം? വരാം. അതറിഞ്ഞാൽ മതി. കർത്താവ് ഒരു സെറ്റിൽമെന്റ് ചെയ്യും കേട്ടോ. ധൈര്യത്തോടെ ഇരിക്കുക. കർത്താവ് കൂടെയുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ബൈബിൾ പറയുന്നു, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിലേ രക്ഷയുള്ളൂ. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.